വേങ്ങരയിൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയതായി പരാതി. കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് പരാതി ഉയരുന്നത്. 1.5 വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ല എന്നും പരാതിയുണ്ട്. മുത്തലാഖ് ചൊല്ലുന്ന ഓഡിയോ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. കേൾക്കാം. അന്നോട് വെച്ചെട്ടിട്ടേ എത്ര നല്ല മുതലല്ലേ ഇപ്പൊ ഇത് വെച്ചെട്ടാൻ പറ്റിയൊരു മുതലേ പള്ളി മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചെല്ലിയിരുന്നു. തീർത്തോ കാരണം ഒരു ഒപ്പിടുള്ളവർക്ക് ഒപ്പിട്ടരാം. തീർത്തു പോ. അതാണ് ആൺകുട്ടികൾ. അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു ഇത്ര കാലം ഞാൻ ഉണ്ടാകുന്നു. എനിക്ക് തരാനുള്ള സംഗതി മുഴുവൻ തെന്നതിന് ശേഷം വേണമെങ്കിൽ ഒപ്പിടാ, എവിടെ വേണമെങ്കിലും ഒപ്പിടാ. അല്ലാതെ എന്റെ ഉടായിപ്പിന്റെ പരിപാടി ഒന്നും നടക്കൂല മോനെ. എന്ത് തരാനുള്ളത് അത് അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തെരുവ് മുഖേന എനിക്ക് തരാനുള്ളത് എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും. അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല. ഇത് കുറെ കുട്ടി വിചാരിച്ച് നിൽക്കല്ല. പിന്നെ ഇതിന്റെ ഒന്നായിട്ട് തിരികും. എന്റെ പെണ്ണ് ആസ്പത്രി പോയി തിരിഞ്ഞു നോക്കിയാത്ത ഇജാടാ തിരികാൻ പോകുന്നുണ്ട്. ആദ്യം അല്ല കടം വീട്ടാൻ നോക്കി ഒരു 5 മരിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത സാധനങ്ങള്. ഒരു കൊല്ലം മുന്നേ ഞാൻ എന്റെ മോളെ കാര്യം തീർക്കുന്ന ചലിച്ചല്ലേ അല്ലേ. സ്വന്തം കൂടപ്പുറപ്പ് പോയിട്ട് എനിക്ക് ഒരു ഇതില്ലാത്ത മനുഷ്യരാണ്. ഇങ്ങോട്ടാണ് മറ്റുള്ളവരെ ഏർക്കെടുക്കുന്നുണ്ട്. ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി. ശിവദാസ്, സ്ത്രീയുടെ ജീവിതം വെച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഫോണിലൂടെയുള്ള മുത്തലാഖ് ചൊല്ല് വീണ്ടും ഉണ്ടായിരിക്കുന്നു. അതിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? വീണ, മലപ്പുറം വേങ്ങരയിലാണ് ഇത്തരത്തിൽ ഫോൺ വഴിയുള്ള മുത്തലാഖ് ചൊല്ലി ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നത്. 1.5 വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ യുവതിയുടെ മുത്തലാഖാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതായത് 1.5 വർഷം മുൻപ് ഇവരുടെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഈ യുവതിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് സാധാരണ അസുഖമാണ്. അത് പിന്നീട് ആശുപത്രിയിൽ പോയി ചികിത്സിച്ചു. പിന്നീട് യുവതിയുടെ വീട്ടിലേക്കാണ് അവർ എത്തിയത്. പക്ഷേ അതിനുശേഷം ഈ ഭർത്താവ് കൊണ്ടോട്ടി സ്വദേശിയായ വീരാൻകുട്ടി ഒരിക്കൽ പോലും യുവതിയുടെ വീട്ടിലേക്ക് വന്നില്ല. ഇക്കാര്യം ഭാര്യയുടെ ഈ വീട്ടുകാർ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ ഫോൺ വഴിയുള്ള മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നത്. ആ ഫോൺ സംഭാഷണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടിരിക്കുന്നത്. ഏകദേശം 1.5 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇവർക്ക് 11 മാസം പ്രായമായ ഒരു കുഞ്ഞുമുണ്ട്. നമുക്കറിയാം, ഏകദേശം 1.5 മാസം മുൻപ് മലപ്പുറം ജില്ലയിൽ തന്നെ നടുവട്ടം എന്ന സ്ഥലത്തും ഇത്തരത്തിലുള്ള മുത്തലാഖ് ചൊല്ലി ബന്ധം അവസാനിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. നിയമം വഴി നിരോധിച്ച ഒരു സംഭവം ആയിട്ട് പോലും ഇപ്പോഴും അത് തുടരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ മലപ്പുറം വേങ്ങരയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഫോൺ വഴി ഏറെ നേരം തർക്കിച്ചതിന് ശേഷം 1, 2, 3 എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മകളെ ഒഴിവാക്കുകയാണ് എന്ന് കൃത്യമായി തന്നെ ആ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അതായത് യുവതിയുടെ രക്ഷിതാവുമായുള്ള ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ ഫോൺ സംഭാഷണത്തിലാണ് കൃത്യമായി പറയുന്നത് 1, 2, 3 എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മകളെ ഒഴിവാക്കുകയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊയ്ക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വഴി നിങ്ങൾ തേടിക്കോളൂ എന്ന് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് ഇപ്പോഴും ഇത്തരത്തിലുള്ള മുത്തലാഖ് സംഭവങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നിയമം വഴി ഇത് നിരോധിക്കപ്പെട്ടിട്ടും ഇപ്പോഴും ഇത് തുടരുന്നു. മലപ്പുറം ജില്ലയിൽ തന്നെ 2 മാസത്തിനിടെ മാത്രം നടന്ന 2ാമത്തെ സംഭവമാണ് ഇത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടി എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഫോൺ വഴി മുത്തലാഖ് ചൊല്ലി ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നത്. വീണ, ശരി ശിവദാസ്, ഇത്തരം പരാതികളൊക്കെ പിന്നീട് എങ്ങനെ കണക്കിലെടുക്കപ്പെടുന്നു എന്ന ആശങ്ക കൂടി നമുക്കുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് നിയമം മൂലമൊക്കെ നിരോധിച്ചതാണ് എങ്കിലും